മിഡീസ്റ്റ് ടവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമയബന്ധിതമായി നടപടികൾ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി. സൗദിയിൽ തീവ്രവാദ ബന്ധം ആരോപിച്ച് 19 ഇന്ത്യക്കാരെ പിടികൂടി. കഴിഞ്ഞ 8 മാസത്തിനിടെ അറസ്റ്റിലായത് 823 വിദേശികൾ. 114 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്നും സൗദി ആഭ്യന്തര മന്ത്രാലയം. വിശദമായ വാർത്തകളിലേക്ക്. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് തുടക്കം കുറിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ സമയബന്ധിതമായ നടപടികൾ പൂർത്തിയാക്കുമെന്നും പിണറായി വിജയൻ കോഴിക്കോട്ട് പറഞ്ഞു. നിലവിലുള്ളൊരു സൗകര്യം ഇല്ലാതാകുന്ന അവസ്ഥയിലാണ് കോഴിക്കോട് വിമാനത്താവളത്തിന്റെ അവസ്ഥ എത്തിയത്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്താൻ പോകുന്നുണ്ട്. പ്രാഥമിക ചർച്ച ഇതുമായി നടത്തിക്കഴിഞ്ഞു. ഇനി വിമാനത്താവളത്തിന്റെ അധികൃതരും ബന്ധപ്പെട്ട ജില്ലാ കലക്ടറുമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ചർച്ച നടത്താൻ പോകുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി MC നാസറുണ്ട് നമ്മോടൊപ്പം. ഇപ്പോൾ നാസർ, മലബാറിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വിഭാഗവും ആശ്രയിക്കുന്നത് കരിപ്പൂർ വിമാനത്താവളത്തെയാണ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വികസനം വരിക എന്ന് പറയുന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും പ്രതീക്ഷ നൽകുന്നതായിരിക്കും. അതേസമയം തന്നെ ഭൂമി ഏറ്റെടുപ്പിനുള്ള നടപടികൾ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ ഒരു വിഭാഗത്തിനെങ്കിലും അതിൽ പ്രയാസമുണ്ടായിരിക്കില്ലേ? പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം സമ്മിശ്ര പ്രതികരണമാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? സോയില് തീർച്ചയായിട്ടും ആഹ്ലാദവും അതോടൊപ്പം തന്നെ ആശങ്കയും ഈ ഒരു പ്രസ്താവന പ്രവാസ ലോകത്ത് പൊതുവെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് പിണറായി വിജയൻ ദുബൈയിൽ വന്നിരുന്നു. ആ സമയത്തും പ്രവാസ ലോകത്തിന്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ കാലിക്കറ്റ് വിമാനത്താവളം എല്ലാ അർത്ഥത്തിലും അതിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ CPM പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഉറപ്പു നൽകുക മാത്രമല്ല, പിന്നെ ആ വിമാനത്താവളത്തെ തുരങ്കം വെക്കാനുള്ള ഒരു നീക്കവും പുറപ്പിക്കില്ല എന്നും അന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരകൾക്ക് കൃത്യമായിട്ടുള്ളതും ഉയർന്നതുമായിട്ടുള്ള നഷ്ടപരിഹാരം ഉറപ്പാക്കാത്തതാണ് പ്രശ്നമെന്നും, അതുമാത്രമല്ല ഭൂമി ഈ ഒരു എയർപോർട്ട് വികസനത്തിന് മാത്രമായിരിക്കണം ഈ ഭൂമി ഏറ്റെടുക്കേണ്ടത്, മറ്റുള്ള താല്പര്യങ്ങൾ ഇതിൽ വരാൻ പാടില്ല എന്ന കൃത്യമായിട്ടുള്ള ഉത്തരം അന്ന് പിണറായി വിജയൻ നൽകിയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. ആ നിലക്ക് അദ്ദേഹം നടത്തിയിരിക്കുന്ന ആ ഒരു ഉറപ്പ്, പ്രവാസ ലോകത്തിന് നൽകിയിരിക്കുന്ന ഉറപ്പിലേക്ക് അദ്ദേഹം നീങ്ങുന്നതിന്റെ ഒരു സൂചന ഇന്നത്തെ ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലുണ്ട്. അതേസമയം നേരത്തെ സോയല് ചോദിച്ചതുപോലെ 45 മീറ്റർ എന്ന ഈ വികസനം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇരകളാകാൻ പോകുന്നത് പ്രവാസ ലോകത്തെ സാധാരണ മനുഷ്യർ തന്നെ ആയിരിക്കും. കാരണം ഇവിടെയും UAE-യിലും അതോടൊപ്പം തന്നെ സൗദി, ഖത്തർ എന്നിവിടങ്ങളിലും ഒട്ടേറെ പേർക്ക് അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഭൂമി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇതിന് എതിരായിട്ടുള്ള കൂട്ടായ്മകളും സമിതികളും പ്രവാസ ലോകത്ത് നേരത്തെ തന്നെ രൂപം കൊണ്ടിരുന്നു. അവർ വിപുലമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന വന്നിരിക്കുന്ന സാഹചര്യത്തിൽ പിന്നെ വളരെ കൃത്യമായിട്ടുള്ള ഉറപ്പും അതോടൊപ്പം തന്നെ പിന്നെ ഉയർന്ന നഷ്ടപരിഹാരവും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു നീക്കുപോക്കിനും പിന്നെ തങ്ങൾ ഒരുക്കമല്ല എന്ന കൃത്യമായിട്ടുള്ള സന്ദേശമാണ് പ്രവാസ ലോകത്ത് നിന്നും ഉയരുന്നത്. ശരി MC നാസർ. ദേശീയപാത 45 മീറ്റർ വീതിയിൽ തന്നെ വികസിപ്പിക്കുമെന്നും ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. എതിർപ്പുള്ളതുകൊണ്ട് മാത്രം ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതി ഉപേക്ഷിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് കോഴിക്കോട് സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. 45 മീറ്റർ എന്നത് സർവകക്ഷി യോഗം തീരുമാനിച്ചിട്ടുള്ളതാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ച നമ്മൾ നടത്തിയിട്ട് കാര്യമില്ല. പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഭൂമി എടുക്കേണ്ടതില്ല എന്ന നിലപാടെടുത്ത് പോകാൻ പറ്റും. അപ്പം ആ കാര്യത്തിലും അതിവേഗതയിൽ തന്നെയുള്ള നടപടികളിലേക്കാണ് നീങ്ങാൻ പോകുന്നത്. ഗെയിൽ വാതക പൈപ്പ് ലൈൻ ജനവാസ കേന്ദ്രത്തിലൂടെ പോകുന്നതിൽ അപകടമില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഗ്യാസ് പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള എതിർപ്പ് പലയിടത്തും ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ പദ്ധതി ഉപേക്ഷിക്കാൻ കഴിയില്ല. നമ്മുടെ റോഡിലൂടെയൊക്കെ ഇപ്പോൾ ഗ്യാസ് ലോറികളിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആലോചിച്ചാൽ അതത്രമാത്രം ആപത്തുള്ളതാണ്. വലിയ തോതിൽ ജനവാസ കേന്ദ്രങ്ങളിലൂടെ ഗ്യാസ് പൈപ്പ് ലൈൻ പോകുന്നുണ്ട്. അവിടെയൊന്നും അപകടങ്ങൾ ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
വ്യവസ്ഥകളിൽ മനമെടുത്ത് വ്യവസായികൾ കേരളം വിടുന്ന സ്ഥിതിക്ക് മാറ്റമുണ്ടാകും. അതിനനുയോജ്യമായ വ്യവസായ നയം സർക്കാർ പ്രഖ്യാപിക്കും. കച്ചവടക്കാരെ അകാരണമായി പീഡിപ്പിക്കുന്ന വാണിജ്യ നികുതി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. മീഡിയ 1 കോഴിക്കോട്. സൗദിയിൽ തീവ്രവാദ ബന്ധം ആരോപിച്ച് 19 ഇന്ത്യക്കാരെ പിടികൂടിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ 823 വിദേശികളാണ് രാജ്യത്ത് അറസ്റ്റിലായത്. 114 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 29 പാകിസ്ഥാൻ സ്വദേശികൾ, 19 ഇന്ത്യക്കാർ, 8 US പൗരന്മാർ അടക്കം 823 പേരെയാണ് കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ ദൗത്യസേന പിടികൂടിയിട്ടുള്ളത്. അതാത് രാജ്യങ്ങളുടെ എംബസികൾക്ക് ഇവരുടെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിനുള്ള സഹകരണം ആവശ്യപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പിടിക്കപ്പെട്ടവരിൽ 7 ഇന്ത്യക്കാർക്കെതിരെ തീവ്രവാദ കുറ്റം തെളിഞ്ഞതായും 12 പേർക്കെതിരെ വിചാരണ നടക്കുന്നതായും എംബസി അധികൃതർ അറിയിച്ചു. ഇന്ത്യയിലെ ഏതു സംസ്ഥാനക്കാരാണ് എന്ന വിവരം പുറത്തുവിട്ടിട്ടില്ല. ഇതിൽ ഭൂരിപക്ഷവും നാട്ടിലെ സന്നദ്ധ സംഘടനകളുടെ മറവിലാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. വിചാരണ പൂർത്തിയാകാതെ ഇവരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുകയില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. ഇവർ പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളുടെ പേരുവിവരങ്ങൾ ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയതായി അധികൃതർ അറിയിച്ചു. സൂക്ഷ്മ നിരീക്ഷണത്തിന് ശേഷം 114 ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചു. വിദേശികളുടെ പങ്ക് വളരെ ഗൗരവത്തോടെ കാണുന്നുവെന്നും വിദേശികളുടെ ബാങ്ക് ഇടപാടുകൾ സൂക്ഷ്മ നിരീക്ഷണത്തിലാക്കാൻ ഉത്തരവിട്ടുവെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇവർക്ക് സഹായം ചെയ്ത സൗദി സന്നദ്ധ സംഘടനകളുടെ ഓഫീസുകൾ സീൽ വെച്ച് പൂട്ടിയിട്ടുണ്ട്. മീഡിയ 1 ദമാം. ദമാമിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം 2 നവജാത ശിശുക്കൾ മരിച്ച സംഭവത്തിൽ ചികിത്സിച്ച ഡോക്ടർമാർ കുറ്റക്കാരെന്ന് കണ്ടെത്തി. ചികിത്സയ്ക്ക് നേതൃത്വം കൊടുത്ത 4 ഡോക്ടർമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡോക്ടർമാരിൽ ഒരാൾ മലയാളിയാണെന്ന് സൂചനയുണ്ട്. 2 മാസം മുൻപാണ് ദമാമിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ സ്വദേശിയുടെ 2 നവജാത ശിശുക്കൾ മരിച്ചത്. തുടക്കത്തിൽ സ്വാഭാവിക മരണമാണെന്ന് പറഞ്ഞെങ്കിലും കുട്ടികളുടെ പിതാവ് അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യ മന്ത്രാലയത്തെ സമീപിക്കുകയായിരുന്നു. ചികിത്സയ്ക്ക് നേതൃത്വം കൊടുത്ത 4 ഡോക്ടർമാർ ചികിത്സയ്ക്കിടെ ഗുരുതരമായ അനാസ്ഥ കാണിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തി. അന്വേഷണ റിപ്പോർട്ട് വന്ന ഉടനെ 4 ഡോക്ടർമാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ ശേഷം നാട് കടത്തുകയോ ശിക്ഷ വിധിക്കുകയോ ചെയ്യുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കുറ്റാരോപിതരായ ഡോക്ടർമാരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇവരിൽ ഒരാൾ മലയാളിയാണെന്നാണ് ആശുപത്രിയിലെ മറ്റു ജീവനക്കാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ചികിത്സാ പിഴവ് ഗൗരവകരമായ കുറ്റമായി കണ്ട് ശിക്ഷ നൽകുമെന്ന് ആരോഗ്യ മന്ത്രാലയം കിഴക്കൻ പ്രവിശ്യ മേധാവി അറിയിച്ചു. മീഡിയ 1 ദമാം. കാർഷികം, മത്സ്യബന്ധനം തുടങ്ങിയ മേഖലകളിലെ തൊഴിലാളികൾക്ക് മറ്റു തൊഴിൽ മേഖലകളിലേക്ക് വിസ മാറാൻ കഴിയില്ലെന്ന് കുവൈറ്റ് മാൻ പവർ അതോറിറ്റി വ്യക്തമാക്കി. 300 രൂപ ഫീസ് നൽകിയാൽ വിസ മാറ്റം അനുവദിക്കുമെന്ന വാർത്ത തെറ്റാണെന്നും അധികൃതർ അറിയിച്ചു. ആട്ടിടയന്മാർ, ഫാം ഹൗസ് ജോലിക്കാർ, മത്സ്യബന്ധന തൊഴിലാളികൾ എന്നിവരെ അതാത് മേഖലകളിലേക്ക് മാത്രമേ ജോലി മാറാൻ അനുവദിക്കൂ എന്നാണ് മാൻപവർ അതോറിറ്റി വൃത്തങ്ങൾ അറിയിച്ചത്. ഒരു സ്പോൺസറുടെ കൂടെ 1 വർഷം പൂർത്തിയാക്കുകയും വിസ മാറുന്നതിന് സ്പോൺസർക്ക് എതിർപ്പില്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇത് സാധ്യമാകൂ. സഹകരണ സംഘങ്ങൾ അഥവാ ജമിയകൾ നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് സ്വകാര്യ മേഖലയിലെ മറ്റു തൊഴിലിടങ്ങളിലേക്ക് വിസ മാറുന്നതിനും നിയന്ത്രണമുണ്ട്. മാൻപവർ അതോറിറ്റിയിൽ 300 ദിനാർ ഫീസ് അടച്ചാൽ ഇത്തരം ജോലിക്കാരെ വിസ മാറാൻ അനുവദിക്കുമെന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. വാർത്ത നിഷേധിച്ച അധികൃതർ ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് അതോറിറ്റി ആലോചിച്ചിട്ട് പോലുമില്ലെന്നും വ്യക്തമാക്കി. വാർത്തകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ മാധ്യമങ്ങൾ സൂക്ഷ്മത പാലിക്കണമെന്നും തെറ്റായ വാർത്ത കാർഷിക അനുബന്ധ മേഖലയിലെ വലിയൊരു വിഭാഗം തൊഴിലാളികളെ നിരാശപ്പെടുത്തിയതായും അധികൃതർ കൂട്ടിച്ചേർത്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ദമാമിൽ നിന്നും ഉംറയ്ക്ക് പുറപ്പെട്ട സംഘം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് 2 മലയാളികൾ മരിച്ചു. ചവറ സ്വദേശി മുസമ്മിൽ, കായംകുളം സ്വദേശി മുഹമ്മദ് നാദിർ ഷാ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ്. ദമാമിൽ നിന്നും ഉംറയ്ക്ക് പുറപ്പെട്ട 8 സംഘം സഞ്ചരിച്ച പ്രാഡോ കാറാണ് പുലർച്ചെ 5 മണിക്ക് അപകടത്തിൽപ്പെട്ടത്. മദീന മക്ക അതിവേഗപാതയിൽ മക്കയിൽ നിന്നും 120 കിലോമീറ്റർ അകലെ കുലൈസ് എന്ന സ്ഥലത്താണ് അപകടം നടന്നത്. ഒരു ഉത്തർപ്രദേശ് സ്വദേശി ഒഴികെ ബാക്കിയുള്ളവർ മലയാളികളായിരുന്നു. വാഹനം ഓടിച്ചിരുന്ന മുഹമ്മദ് നാദിർ ഷയും മുൻസീറ്റിലുണ്ടായിരുന്ന മുസമ്മിലും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. വാഹനത്തിലുണ്ടായ മറ്റ് 6 പേർക്കും പരിക്കേറ്റു. ഇതിൽ കല്ലമ്പലം സ്വദേശി നിജാമിന്റെ നില ഗുരുതരമാണ്. ഇദ്ദേഹത്തെ മക്കയിലെ സാഹിർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാത്രിയാണ് സംഘം ദമാമിൽ നിന്നും യാത്ര പുറപ്പെട്ടത്. ശനിയാഴ്ച മദീനയിൽ സന്ദർശനം നടത്തി രാത്രി നമസ്കാരത്തിന് ശേഷമാണ് മക്കയിലേക്ക് തിരിച്ചത്. വഴിയിൽ വെച്ച് അത്താഴം കഴിച്ച് പ്രഭാത നമസ്കാരവും നിർവഹിച്ച് യാത്ര തുടരുന്നതിനിടെയാണ് അപകടം നടന്നത്. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്നറിയുന്നു. സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറാണ് മരിച്ച നാദിർ ഷാ. ഇദ്ദേഹം കുടുംബത്തോടൊപ്പം അൽക്കോബാറിലായിരുന്നു താമസം.
മുസമ്മിൽ അടുത്തിടെയാണ് നാട്ടിൽ നിന്നും ജോലിക്കായി ദമാമിലെത്തിയത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ മക്കയിൽ ഖബറടക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. റബി മുഹമ്മദ്, മീഡിയ 1, റിയാദ്. അടുത്ത വർഷം ഇന്ത്യയിൽ നടക്കുന്ന അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പിൽ കളിക്കുന്ന ആതിഥേയ ടീമിലേക്കുള്ള ഗൾഫ് സെലക്ഷൻ പ്രക്രിയ പൂർത്തിയായി. ദുബായ് ഇന്ത്യൻ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ 2 ദിവസങ്ങളിലായി നടന്ന സെലക്ഷൻ മത്സരത്തിൽ 100 കണക്കിന് കുട്ടികളാണ് എത്തിച്ചേർന്നത്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ചേർന്നാണ് വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്താൻ പദ്ധതി തയ്യാറാക്കിയത്. ലോകമെങ്ങുമുള്ള ഇന്ത്യൻ താരങ്ങൾക്ക് ടീമിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദുബൈയിൽ സെലക്ഷൻ ട്രയൽ നടന്നതും. ഇതാദ്യമായി തങ്ങൾക്ക് ലഭിച്ച അവസരം മലയാളികൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ ശരിക്കും പ്രയോജനപ്പെടുത്തി. പ്രാപ്തിയുള്ള നിരവധി കുട്ടികളുടെ സാന്നിധ്യം ആഹ്ലാദകരമായ അനുഭവമായിരുന്നുവെന്ന് സംഘാടകർ അഭിപ്രായപ്പെട്ടു. I think the quality of the boys here is quite good. We liked few boys and we are still in the process of shortlisting few more candidates. So I'm very hopeful that we'll definitely find few players from here who will go on and play for the Indian national team in the World Cup. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ സെലക്ടർ ജോഷുവ യൂസഫ് ലൂയിസ്, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫുട്ബോൾ പ്രൊജക്ട് ഓഫീസർ മുഹമ്മദ് അലി എന്നിവരാണ് ദുബൈയിലെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയത്. ഗൾഫ് മേഖലയിലെ അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിന് മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും ഫിഫ അണ്ടർ-17 ലോകകപ്പ് ഇന്ത്യൻ ടീം ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായ അഭിഷേക് യാദവ്, AIFF കമ്മ്യൂണിക്കേഷൻസ് മാനേജർ വിക്രം നാനിവാഡേക്കർ എന്നിവരും നിരീക്ഷകരായി എത്തിയിരുന്നു. പദ്ധതിയുടെ UAE കോർഡിനേറ്ററായ CKP മുഹമ്മദ് ഷാനവാസാണ് ദുബൈയിൽ സെലക്ഷൻ ട്രയൽസിന്റെ ഏകോപനം നിർവഹിച്ചത്. പ്രവാസികളായ കുട്ടികൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് കിട്ടുന്ന അതേ അവസരം ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അവസരം വന്നത്. സത്യത്തിൽ വലിയ അഭിമാനം തോന്നുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇത്രയും കാലത്തെ ഒരു എഫേർട്ട് അത് ഇതുപോലെ കുട്ടികൾക്കൊരു അവസരമായി. ഗൾഫിൽ നിന്ന് പ്രാഥമിക സെലക്ഷൻ ലഭിച്ച കുട്ടികൾക്ക് ഇനി ഇന്ത്യൻ ടീം കോച്ചിന്റെ സാന്നിധ്യത്തിലാവും തങ്ങളുടെ മികവ് പുറത്തെടുക്കേണ്ടി വരിക. മീഡിയ 1, ദുബൈ. SSLC പരീക്ഷ ഉത്തരക്കടലാസ് പുനർമൂല്യനിർണ്ണയത്തിലൂടെ അബുദാബി മുസഫ മോഡൽ സ്കൂളിലെ 6 വിദ്യാർത്ഥികൾ കൂടി എല്ലാ വിഷയങ്ങൾക്കും A+ സ്വന്തമാക്കി. ഇതോടെ ഈ വർഷത്തെ 10ാം ക്ലാസ് പരീക്ഷയിൽ മോഡൽ സ്കൂളിൽ നിന്ന് എല്ലാ വിഷയങ്ങളിലും A+ ലഭിച്ചവരുടെ എണ്ണം 31 ആയതായി പ്രിൻസിപ്പൽ ഡോക്ടർ VV അബ്ദുൽ ഖാദർ അറിയിച്ചു. ഭിന്നതകൾ മാറ്റിവെച്ച് ഐക്യസാധ്യതകൾ തേടാനുള്ള അവസരമായി മുസ്ലിം സമുദായം റമളാനിനെ ഉപയോഗപ്പെടുത്തണമെന്ന് ആഗോള മുസ്ലിം പണ്ഡിത സഭ സെക്രട്ടറി ജനറൽ അലി മുഹ്യുദ്ദീൻ അൽ ഖുറദാവി ദോഹയിൽ പറഞ്ഞു. കേരളത്തിലെ വിവിധ മുസ്ലിം സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന 12 പ്രവാസി സംഘടനകളുടെ കൂട്ടായ്മയായ യൂണിറ്റി ഖത്തർ ഒരുക്കിയ ഇഫ്താർ സംഗമത്തെ അഭിമുഖീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദോഹയിലെ MES ഇന്ത്യൻ സ്കൂളിൽ നടന്ന യൂണിറ്റി ഇഫ്താറിൽ വിവിധ മലയാളി സംഘടനകളുടെ പ്രതിനിധികളായി 800ഓളം പേർ പങ്കെടുത്തു. തുടർച്ചയായ 3ാം വർഷമാണ് യൂണിറ്റി ഖത്തർ ഇഫ്താർ സംഗമങ്ങൾ നടത്തിവരുന്നത്. ആഗോള മുസ്ലിം പണ്ഡിത സഭ സെക്രട്ടറി ജനറൽ അലി മുഹീദ്ദീൻ അൽ ഖുറദാവി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ വിവിധ സംഘടനാ നേതാക്കൾ ഒന്നിച്ചണിനിരന്നു. കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ പ്രതിനിധികൾ ഒത്തുചേർന്ന് നടത്തിയ സംഗമം മുസ്ലിം സമുദായത്തിന് തന്നെ മാതൃകയാണെന്ന് ഖുറദാവി പറഞ്ഞു. ഐക്യത്തിന് തുടക്കമിടാൻ അനുയോജ്യമായ സന്ദർഭം റമദാനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റമദാനിന് മുന്നോടിയായി യൂണിറ്റി നടത്തിയ ഖുർആൻ വിജ്ഞാന മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ പരിപാടിയിൽ വിതരണം ചെയ്തു. ഐക്യത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ച ഇഫ്താർ സംഗമത്തിൽ ഖത്തറിലെ മുഴുവൻ മുസ്ലിം സംഘടനാ നേതാക്കളെയും പങ്കെടുപ്പിക്കാനായതാണ് സംഘാടകരുടെ വിജയം. യൂണിറ്റി വൈസ് ചെയർമാൻ ഡോക്ടർ സമീർ മൂപ്പൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ യൂണിറ്റി ചീഫ് കോർഡിനേറ്റർ ഷംസുദ്ദീൻ ഒളകര സ്വാഗതം പറഞ്ഞു. മീഡിയ 1, ദോഹ. നിങ്ങളുടെ ആരോഗ്യത്തിന് ഞങ്ങൾ വില കൽപ്പിക്കുന്നു എന്ന പ്രമേയത്തിൽ കുവൈറ്റ് മുനിസിപ്പാലിറ്റി ആരംഭിച്ച റമളാൻ കാല ഭക്ഷ്യ പരിശോധന ക്യാമ്പയിൻ തുടരുന്നു. ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തെ 6 ഗവർണറേറ്റുകളിലായി അധികൃതർ നടത്തിയ റെയ്ഡുകളിൽ ടൺ കണക്കിന് കേടായതും ഗുണമേന്മയില്ലാത്തതുമായ ഭക്ഷ്യവസ്തുക്കൾ പിടികൂടി. ഹോട്ടലുകൾ, ഭക്ഷ്യവിൽപ്പന കേന്ദ്രങ്ങൾ, ജമ്മിയകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലാണ് മുനിസിപ്പൽ അധികൃതരുടെ മിന്നൽ പരിശോധന അരങ്ങേറിയത്. ജഹറ ഗവർണറേറ്റിലെ വിവിധ ഭക്ഷ്യവിൽപ്പനശാലകളിലും ജമ്യകളിലും നടത്തിയ റെയ്ഡിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത നിരവധി ഇനങ്ങൾ പിടികൂടി. ഭക്ഷ്യനിയമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ 18 സ്ഥാപന ഉടമകൾക്കെതിരെ പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഹവല്ലിയിൽ നടന്ന പരിശോധനയിൽ 20 സ്ഥാപനങ്ങൾക്ക് പിഴയിട്ടു. കാലാവധി കഴിഞ്ഞതും ഉപയോഗയോഗ്യമല്ലാത്തതുമായ നിരവധി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു.
മനുഷ്യോപയോഗത്തിന് പറ്റാത്ത ഉൽപ്പന്നങ്ങൾ നൽകി ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്നത് കണ്ടെത്താൻ വ്യാപകമായ പരിശോധനകൾ റമദാന്റെ മുഴുവൻ ദിവസങ്ങളിലും നടക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. രാവിലെയും വൈകിട്ടും 2 ഘട്ടങ്ങളിലായി രാജ്യവ്യാപകമായി മിന്നൽ പരിശോധനകൾ അരങ്ങേറും. നിയമലംഘകരായ കച്ചവടക്കാരെ പിടികൂടുന്നതിന് സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ഉപഭോക്താക്കളുടെ സഹകരണമുണ്ടാകണമെന്ന് മുനിസിപ്പൽ അധികൃതർ ആവശ്യപ്പെട്ടു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഫലസ്തീൻ സിറിയൻ അഭയാർത്ഥികൾക്ക് കുവൈറ്റ് റെഡ് ക്രസന്റ് റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തു. തെക്കൻ ലെബനാനിലെ സൂർ പട്ടണത്തിനടുത്ത് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങൾക്കാണ് റമദാൻ കാലത്തേക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തത്. ലെബനാന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്ന സിറിയൻ അഭയാർത്ഥികൾക്കും കുവൈറ്റ് റെഡ് ക്രസന്റ് ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്തതായി കുവൈറ്റ് റെഡ് ക്രസന്റ് ഫീൽഡ് ടീം മേധാവി മൻസൂർ ഖുർഷിദ് അറിയിച്ചു. അബുദാബിയിലെ പഴം പച്ചക്കറി മാർക്കറ്റിൽ അധികൃതർ പരിശോധന നടത്തി. റമദാന്റെ ഭാഗമായി ആവശ്യകത ഉയർന്ന സാഹചര്യങ്ങളിൽ ചൂഷണം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായാണ് സാമ്പത്തിക കാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ അബുദാബി സാമ്പത്തിക വികസന വിഭാഗത്തിന്റെ സഹകരണത്തോടെ പരിശോധന നടത്തിയത്. റമദാനിൽ ആവശ്യകത ഉയർന്നതനുസരിച്ച് പഴം പച്ചക്കറികളുടെ സ്റ്റോക്ക്, വില, ക്ഷാമം സൃഷ്ടിക്കൽ, ഗുണമേന്മ എന്നിവ അറിയുന്നതിനാണ് പരിശോധന നടത്തിയത്. അബുദാബി മിനയിലെ പഴം പച്ചക്കറി മാർക്കറ്റിൽ സാമ്പത്തികകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലെ ഉപഭോക്തൃ സംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ഹാഷിം അൽ നുഐമിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. സാധനങ്ങൾ വാങ്ങാനെത്തിയവരുമായി ഡോക്ടർ നുഐമി സംസാരിക്കുകയും ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച വിഷയങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. മാർക്കറ്റിലെ എല്ലാ ഷോപ്പുടമകളോടും മന്ത്രാലയം അംഗീകരിച്ച ലേബലുകൾ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചതായി ഡോക്ടർ നുഐമി പറഞ്ഞു. വില, തരം, ഉൽപ്പന്നം തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ലേബലുകൾ 10 ദിവസത്തിനകം സ്ഥാപിക്കണം. ഇതിലൂടെ ഉപഭോക്താക്കൾക്ക് സാധനം വാങ്ങുന്നതിന് മുൻപ് എല്ലാ വിവരങ്ങളും അറിയാൻ പറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. അബുദാബിയിൽ ആവശ്യത്തിനുള്ള പഴം പച്ചക്കറികൾ സ്റ്റോക്കുണ്ടെന്ന് പരിശോധനയിൽ വ്യക്തമായി. ഇവയുടെ വില നിലവാരം സ്ഥിരത പാലിക്കുന്നുമുണ്ട്. റമദാനിലെ ആദ്യ ദിവസങ്ങളിലെ കൂടുതലായുള്ള ആവശ്യകത അവസാനിച്ചതിനാൽ വില കുറയുന്ന സാഹചര്യമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. പഴം പച്ചക്കറി വിലയിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വിലക്കയറ്റം തടയാൻ പരിശോധന തുടരും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മാർക്കറ്റുകളിലും കോപ്പറേറ്റീവുകളിലും റീറ്റെയിൽ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തുമെന്നും ഡോക്ടർ നുഐമി പറഞ്ഞു. മീഡിയ 1 അബുദാബി. കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ UAE നട്ടുപിടിപ്പിച്ചത് 130 ദശലക്ഷം മരങ്ങൾ. മരുഭൂമിയെ പൂങ്കാവനമാക്കുന്ന രീതിയിലാണ് രാജ്യമെങ്ങും മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്. പതിറ്റാണ്ടുകൾ സമയമെടുത്ത് 130 ദശലക്ഷം മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിൽ UAE വിജയിച്ചതായി ഐക്യരാഷ്ട്രസഭയാണ് വ്യക്തമാക്കിയത്. ഇതിൽ 220 ലക്ഷം ഈത്തപ്പനകളാണ്. ലോകത്തെ മൊത്തം ഈത്തപ്പനകളുടെ 20% UAE-യിലാണ്. ഖത്തറിൽ സ്വകാര്യ സ്കൂളുകളുടെ നിർമ്മാണത്തിന് 10 പ്ലോട്ടുകളും സ്വകാര്യ ആശുപത്രികളുടെ നിർമ്മാണത്തിന് 5 പ്ലോട്ടുകളും ധനവാണിജ്യ മന്ത്രാലയം അനുവദിച്ചു. മന്ത്രാലയം പുറത്തുവിട്ട 2015-16 വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. UAE തലസ്ഥാന നഗരിയായ അബുദാബിയിൽ സൈനിക ഹെലികോപ്റ്റർ തകർന്ന് പൈലറ്റും സഹപൈലറ്റും മരിച്ചു. സമുദ്രാതിർത്തിയിൽ സുരക്ഷാ പറക്കൽ നടത്തുന്നതിനിടെയാണ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത്. കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെ സൈനിക നേതൃത്വം അനുശോചനം അറിയിച്ചു. ദീർഘകാല പ്രവാസിയും ഖത്തർ ആഭ്യന്തര മന്ത്രാലയം ജീവനക്കാരനുമായിരുന്ന മലപ്പുറം മേൽമുറി സ്വദേശി പുതിയ വീട്ടിൽ അബ്ദുറഹ്മാൻ കുട്ടി നാട്ടിൽ മരിച്ചു. 55 വയസ്സായിരുന്നു. അർബുദബാധയെ തുടർന്ന് ഏതാനും മാസങ്ങളായി ചികിത്സയിലായിരുന്നു. കൊയിലാണ്ടിയിലാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി താമസം. ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ സജീവ പ്രവർത്തകനും ജനസേവന മേഖലയിൽ നിറസാന്നിധ്യവുമായിരുന്നു. ബിൻ ഉംറാൻ അൽ മീരക്ക് സമീപമുള്ള പള്ളിയിൽ നാളെ തറാവിഹിന് ശേഷം മയ്യത്ത് നമസ്കാരം നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. UAE-യിലെ ആദ്യ മാധ്യമ പ്രവർത്തകൻ എന്നറിയപ്പെടുന്ന മിസ്ബാഹ് ബിൻ ഉബൈദ് അൽ ദാഹിരി 120-ാം വയസ്സിൽ വിടവാങ്ങി. ശനിയാഴ്ച അലൈനിലാണ് മരിച്ചത്. മാധ്യമപ്രവർത്തനം തൊഴിലായി സ്വീകരിച്ച ആദ്യ ഇമാറാത്തിയായാണ് മിസ്ബാഹ് അറിയപ്പെടുന്നത്. അൽ ഐനിലെ മാർക്കറ്റിൽ ചെറിയ കട നടത്തിയിരുന്ന മിസ്ബാഹ് ബിൻ ഉബൈദ് 1934-ലാണ് മാധ്യമപ്രവർത്തന രംഗത്തേക്ക് കടന്നുവരുന്നത്. ഖത്തറിൽ വീണ്ടും കൊറോണ വൈറസ് കണ്ടെത്തിയതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ക്രോണിക് രോഗബാധിതനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 23-കാരനിലാണ് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. സാധാരണയായി കാണപ്പെടുന്ന രോഗലക്ഷണങ്ങളോടെ ഹമദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗിയിൽ നടത്തിയ പരിശോധനയിലാണ് മെർസ് വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. രോഗിയെ പ്രത്യേക തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.
ഖത്തറിലെ പ്രമുഖ ബിസിനസ് സംരംഭകരായ ഏബിൾ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഭക്ഷ്യവിതരണ മേഖലയിൽ ചുവടുറപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായ എലൈറ്റ് ബസ്മതി അരി വിപണിയിലിറക്കുന്നു. ഏബിൾ ഗ്രൂപ്പിന് കീഴിലെ ഫുഡ് ആൻഡ് ബീവറേജ് ഡിവിഷനാണ് പഞ്ചാബ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സപ്പിൾ ട്രക്കിന്റെ എലൈറ്റ് അരി ഖത്തർ വിപണിയിൽ പരിചയപ്പെടുത്തുന്നത്. ആദ്യഘട്ടത്തിൽ 20-35 കിലോ പാക്കറ്റുകളിലായി അരി വിപണിയിൽ ലഭിക്കുമെന്ന് ഏബിൾ ഇന്റർനാഷണൽ ഗ്രൂപ്പ് പ്രതിനിധികൾ ദോഹയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അബുദാബി പശ്ചിമ മേഖലയിലെ ലിവ നഗരം ഈത്തപ്പഴ മഹോത്സവത്തിനായി ഒരുങ്ങുന്നു. ലിവ നഗരത്തിൽ ഈത്തപ്പഴത്തിന്റെ മധുരവും മണവും നിറയുന്ന 10 നാളുകൾ ആരംഭിക്കാൻ 5 ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കാര്യമന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ രക്ഷാകർതൃത്വത്തിൽ കൾച്ചറൽ പ്രോഗ്രാംസ് ആൻഡ് ഹെറിറ്റേജ് ഫെസ്റ്റിവൽസ് കമ്മിറ്റിയാണ് 12ാമത് മഹോത്സവം സംഘടിപ്പിക്കുന്നത്. പശ്ചിമ മേഖലയിലെ ഏറ്റവും സുപ്രധാന ഉത്സവങ്ങളിലൊന്നായ ലിവ ഈത്തപ്പഴ മഹോത്സവം 20,000 ചതുരശ്ര മീറ്ററിലാണ് ഒരുക്കുന്നത്. 60,000 മുതൽ 70,000 സന്ദർശകരെയാണ് ഫെസ്റ്റിവലിൽ പ്രതീക്ഷിക്കുന്നത്. വിവിധതരം ഈത്തപ്പഴങ്ങൾക്കും ഈത്തപ്പഴ ഉൽപ്പന്നങ്ങൾക്കും ഒപ്പം ഇമാറാത്തി പാരമ്പര്യം നുകരാനും അവസരമൊരുക്കിയാണ് മഹോത്സവം നടത്തുന്നത്. ഈത്തപ്പഴങ്ങൾക്കൊപ്പം ഓറഞ്ചുകളും മാങ്ങകളും പ്രദർശനത്തിനുണ്ടാകും. ഏറ്റവും മികച്ച ഈത്തപ്പഴങ്ങൾക്കും ഓറഞ്ചുകൾക്കും മാങ്ങകൾക്കുമടക്കം 220 സമ്മാനങ്ങൾ നൽകും. ആകെ 60 ലക്ഷം ദിർഹമാണ് സമ്മാനമായി നൽകുക. പാരമ്പര്യത്തെ മുറുകെ പിടിക്കാനും സംരക്ഷിക്കാനുമുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് മഹോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് ലിവ ഡേറ്റ് ഫെസ്റ്റിവൽ ഡയറക്ടർ ഉബൈദ് ഗൽഫാൻ അൽ മസ്റായി പറഞ്ഞു. മീഡിയ 1 ദുബായ്. ലോക പരിസ്ഥിതി ദിനാചരണങ്ങളുടെ ഭാഗമായി UN എൻവയോൺമെന്റ് പ്രോഗ്രാമുമായി സഹകരിച്ച് ദോഹയിലെ ആന്റി സ്മോക്കിംഗ് സൊസൈറ്റി സംഘടിപ്പിച്ച പരിസ്ഥിതി ക്യാമ്പയിൻ സമാപിച്ചു. ഖത്തറിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും സംഘടനാ പ്രതിനിധികളും പങ്കെടുത്ത സമാപന പരിപാടിയിൽ ആന്റി സ്മോക്കിംഗ് സൊസൈറ്റി ഗ്ലോബൽ ചെയർമാൻ മുഹമ്മദ് ഉണ്ണി ഒളകര, CEO അമാനുള്ള വടക്കാങ്ങര തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. നേരത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ പെയിന്റിംഗ് മത്സരത്തിലെ വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു. ബഹ്റൈനിൽ ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. പ്രവാസികൾക്കിടയിലെ ഒരുമയുടെയും മതാതീതമായ സൗഹൃദത്തിന്റെയും നിദർശനമാവുകയാണ് ഇഫ്താർ സംഗമങ്ങൾ. മിഡ് ഈസ്റ്റ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി വാദി റഹ്മ കാണാം. ശേഷം സ്പെഷ്യൽ എഡിഷൻ പുനഃസംപ്രേഷണം.